നമസ്കാരം. ലോക രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്കും ഭാരതത്തിലേക്കും നീണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ നടത്തിയ ആ മിന്നൽ സന്ദർശനം വെറുമൊരു നയതന്ത്ര സന്ദർശനമായിരുന്നില്ല. വെറും 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സന്ദർശനം, ഒപ്പം UAE മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തരായ അംഗങ്ങളുടെ സാന്നിധ്യം. വിമാനത്താവളത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി തന്റെ സഹോദരനെ സ്വീകരിച്ചപ്പോൾ ലോകം മനസ്സിലാക്കി, ഇത് ബന്ധങ്ങൾക്കപ്പുറം പുതിയൊരു സുരക്ഷാ സഖ്യത്തിന്റെ തുടക്കമാണെന്ന്. ഈ സന്ദർശനം എന്തിനായിരുന്നു? ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം ഇന്ത്യയും UAEയും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ പ്രതിരോധ കരാറാണ്. പരമ്പരാഗതമായ ആയുധക്കച്ചവടത്തിനപ്പുറം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനാണ് ഇവിടെ മുൻഗണന നൽകിയിരുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷിയും UAEയുടെ സാമ്പത്തിക കരുത്തും ഒന്നിക്കുമ്പോൾ ജനിക്കുന്നത് ഒരു പുതിയ പ്രതിരോധ വ്യവസായ ഹബ്ബാണ്. പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. 1. ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുക. 2. AI ഉപയോഗിച്ചുള്ള സൈനിക നീക്കങ്ങൾക്കായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്ററുകൾ സ്ഥാപിക്കുക. 3. സമുദ്ര സുരക്ഷ. അറബിക്കടലിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ ഇരു നാവികസേനകളും ഒന്നിച്ചു നിൽക്കുക. 4. ഭീകരവാദത്തിനെതിരായ ശക്തമായ രഹസ്യാന്വേഷണ പങ്കാളിത്തം. ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് നോക്കണം. കഴിഞ്ഞ വർഷം അവസാനത്തോടെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സമാനമായ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പിട്ടിരുന്നു. പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സൗദി അവരുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ സ്വാധീനത്തെ കുറയ്ക്കാനും പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും ഈ സൗദി പാകിസ്ഥാൻ ബന്ധം കാരണമായേക്കാം എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും UAEയും തങ്ങളുടെ ബന്ധം അതിവേഗ പാതയിലേക്ക് മാറ്റുന്നത്. സൗദി അറേബ്യ പാകിസ്ഥാനുമായി അടുക്കുമ്പോൾ ഇന്ത്യ പശ്ചിമേഷ്യയിലെ മറ്റൊരു വൻ ശക്തിയായ UAEയുമായി അവിഭാജ്യമായ ബന്ധം സ്ഥാപിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. UAE പ്രസിഡന്റിനൊപ്പം അവരുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും അടങ്ങുന്ന വലിയൊരു സംഘം ഇന്ത്യയിലെത്തിയത് ലോകത്തിനുള്ള വ്യക്തമായ സന്ദേശമാണ്. പശ്ചിമേഷ്യയിൽ ഇന്ത്യക്ക് ഒരു വിശ്വസ്ത പങ്കാളിയുണ്ട് എന്ന സന്ദേശം. കൂടാതെ പാകിസ്ഥാൻ കേവലം സാമ്പത്തിക സഹായത്തിനു വേണ്ടി സൗദിയെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യയും UAEയും തമ്മിലുള്ളത് തുല്യശക്തികളുടെ പങ്കാളിത്തമാണ്. വ്യാപാരം $200 ബില്യൺ ഉയർത്താനുള്ള തീരുമാനം ഈ പ്രതിരോധ കരാറിന് സാമ്പത്തിക അടിത്തറ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പുതിയൊരു പവർ ബാലൻസ് രൂപപ്പെടുകയാണ്. സൗദി പാകിസ്ഥാൻ സഖ്യത്തിന് കൃത്യമായ മറുപടിയായി ഇന്ത്യ UAE സഖ്യം മാറിയിരിക്കുന്നു. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഇത്രത്തോളം ആഴത്തിൽ മറ്റൊരു വിദേശ രാജ്യവുമായും ഇന്ത്യ ഇപ്പോൾ സഹകരിക്കുന്നില്ല. ഇത് വെറുമൊരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് 2030കളിലേക്ക് ഇന്ത്യയെ ഒരു ആഗോള സുരക്ഷാ പങ്കാളിയായി മാറ്റാനുള്ള ദീർഘവീക്ഷണമാണ്. ഈ മാറ്റങ്ങൾ വരും കാലങ്ങളിൽ ദക്ഷിണേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പുതിയ കരുത്ത് പകരും എന്നതിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.